ഈ മാരേജ് ലൈഫിനകത്തിൽ ആ ഒരു പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ അവര് സൂസൈഡ് തിരഞ്ഞെടുക്കുന്നത് കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇതിലും ബെറ്റർ ലിവിങ് റിലേഷൻസ് തന്നെയാണ്. ഒരാളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം അവരോട് മാരീഡ് ലൈഫിലേക്ക് കടക്കാം എന്നുള്ളത്. ആ ഒരു സ്ഥിതിക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്ത് ലിവിങ് റിലേഷൻഷിപ്പിലാണ് ഒരു സ്ഥലത്ത് ആ ഒരു പാർട്ണർ അവരുടെ ആ ഒരു പങ്കാളിനെ ലൈംഗിക തൊഴിലിനെ നിർബന്ധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ ഒരു നിർബന്ധനത്തില് വഴങ്ങാത്തത് കൊണ്ട് അവരെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. മറ്റൊടുത്ത് വിവാഹത്തിന് നിർബന്ധിച്ച സമയത്താണ് മറ്റൊരു ക്രൈം അവിടെ നടന്നത്. ഇതേപോലെ കൂടുതലും ഈ ഒരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന സമയത്താണ്. പക്ഷെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പങ്കാളിനെ ലൈംഗിക തൊഴിലിലൊക്കെ നിർബന്ധിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഇവർക്ക് ഇവരെ ആവശ്യമായിരുന്നു, പിന്നീട് ഇവർക്ക് അത്ര ആവശ്യമൊന്നുമില്ല, ഇനി ഇവരെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാം എന്നൊരു സ്ഥിതിയിലേക്കായിരുന്നു കടന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടുന്നതല്ലേ. സെൽഫിഷ് ആളുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? ആലോചിച്ച് നോക്ക്. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു പോയിന്റ് നമുക്ക് ഒരാളിൽ തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പങ്കാളി ആവണം നിർബന്ധമൊന്നുമില്ല. അത് നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ നമ്മുടെ സുഹൃത്തുക്കളോ ആയാൽ പോലും നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ തിരിച്ചറിയാന്നുള്ളത്.